വരും എന്ന് പറഞ്ഞ് അവസാനം വന്നെത്തിയിരിക്കുകയാണ് നമ്മുടെ CUET. അപ്പോൾ CUETയെ പറ്റി നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതൊരു വലിയ പരിപാടി തന്നെയാണ്. ഹയർ എഡ്യൂക്കേഷൻ മേഖലയിൽ ഒരുപാട് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്ന ഒരു എക്സാം തന്നെയായിരിക്കും CUET. UGC റിലീസ് ചെയ്ത നോട്ടിഫിക്കേഷൻ വെച്ചിട്ടും NTA റിലീസ് ചെയ്ത നോട്ടിഫിക്കേഷൻ വെച്ചിട്ടും CUETയുടെ ഒരു ധാരണ, പൊതുവായിട്ടുള്ളൊരു ധാരണ നമുക്ക് എടുക്കാൻ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിലും ഇതിനെ കൃത്യമായിട്ട് അങ്ങോട്ട് നമുക്ക് പിടി തന്നിട്ടില്ല. UGC ആയാലും ശരി, NTA ആയാലും ശരി. കുറേ കാര്യങ്ങൾ ഇനിയും ക്ലിയർ ആവാനുണ്ട്. അതുപോലെ മുമ്പത്തെ അഡ്മിഷൻസ് പോലെ ആയിരിക്കില്ല ഈ വട്ടത്തെ അഡ്മിഷൻസ്. +2 പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിക്ക് എഞ്ചിനീയറിങ്ങിനോ മെഡിസിനോ അങ്ങനത്തെ യാതൊരുവിധ പ്രൊഫഷണൽ കോഴ്സിനും പോകാൻ യാതൊരു താല്പര്യവുമില്ല. ഡിഗ്രി പഠിക്കണം ഇഷ്ട വിഷയത്തിൽ, അതുപോലെ അതിൽ PG ചെയ്യണം എന്നുള്ള ആഗ്രഹമായി പോകുന്നൊരു കുട്ടിക്ക് മുമ്പ് വേണ്ടിയിരുന്നത് +2 ബോർഡ് എക്സാമിന് വേണ്ട നല്ലൊരു മാർക്കാണ്. കാരണം അതിലൂടെയായിരുന്നു നമ്മുടെ ഡിഗ്രിയിലേക്കുള്ള നല്ലൊരു കോളേജിലേക്കുള്ള ഒരു അഡ്മിഷൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് +2 ബോർഡ് എക്സാംസിലെ മാർക്ക് മാത്രമായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് ഈ CUET വഴി മാത്രമേ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ തൻ്റെ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതിപ്പം അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സുകളിലേക്കും മാത്രമല്ല സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കും മാത്രം ഒതുങ്ങിയിട്ടുണ്ട് ഈ ആദ്യത്തെ വട്ടമായതുകൊണ്ട്. പക്ഷേ ഇനി തൊട്ട് അങ്ങനെ ആയിരിക്കില്ല എന്നുള്ള സൂചനകൾ തന്നെയാണ് UGCയും NTA എല്ലാം മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ലൊരു കോളേജിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ, ഒരുപക്ഷെ ഒരു കോളേജ് പഠിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ CUETയുടെ സ്കോറും CUET എന്നൊരു എക്സാമും ആയിരിക്കും നമ്മളുടെ ഭാവി നിർണ്ണയിക്കുക. ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ +2 ബോർഡ് എക്സാം മാർക്സ് കൊണ്ട് ഭാവിയിൽ ഇപ്പം നിങ്ങൾക്ക് കുറഞ്ഞ കോളേജുകളെങ്കിലും അവൈലബിൾ ആയിട്ടുണ്ട്. പക്ഷേ ഭാവിയിൽ ഒരു പക്ഷേ ഈ പോകുന്ന പോക്കിൽ ഒരു കോളേജും തന്നെ അഡ്മിഷൻ തന്നില്ലാന്നിരിക്കും. കാരണം എല്ലാവരും ചോദിക്കുക ഒരൊറ്റ കാര്യമായിരിക്കും, CUET സ്കോർ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു എക്സാമിനെ പറ്റി, CUETയെ പറ്റി ഒരുപാട് ആശങ്കകൾ. ഞാൻ പറഞ്ഞ നേരത്തെ ക്ലാരിറ്റി തന്നോ ചോദിച്ചാൽ തന്നു, എന്നാൽ ക്ലാരിറ്റി ഉണ്ടോ ഇല്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ പാരൻസിനും കുട്ടികൾക്കും ടീച്ചേഴ്സിനും ഒക്കെ ഒരു കൺഫ്യൂഷനാണ്. CUET എങ്ങനെയാണ്, എന്താണ്, CUETയിലേക്ക് എങ്ങനെ, അല്ലെങ്കിൽ CUET വഴി എങ്ങനെ അഡ്മിഷൻ നേടാം, CUETക്കായിട്ട് എന്തൊക്കെ പഠിക്കണം, ഇങ്ങനെ ഒരുപാട് ആശങ്കകൾ ഈ ഒരു കുട്ടികളെയും പാരൻസിനെയും ഒക്കെ അലട്ടുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ട് കുട്ടികൾ ചോദിക്കുന്നൊരു കാര്യമാണ്, ഞാൻ സയൻസ് സ്ട്രീമിലാണ് ഇപ്പോൾ പഠിക്കുന്നത്, പക്ഷേ എനിക്കെപ്പോഴും ഇഷ്ടം സോഷ്യൽ സയൻസിനോടായിരുന്നു അല്ലെങ്കിൽ കൊമേഴ്സിനോടായിരുന്നു. അപ്പോൾ എനിക്കിപ്പോൾ സയൻസ് പഠിച്ചിട്ട് CUET വഴി മറ്റൊരു ആർട്സ് സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു കൊമേഴ്സ് സബ്ജക്റ്റ് തൻ്റെ ഡിഗ്രിക്ക് ചെയ്യാൻ പറ്റുമോ? അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ CUET നൽകുന്നുണ്ടോ? CUET എഴുതി എങ്ങനെ ഒരു ഡിഗ്രി കോഴ്സിൽ അഡ്മിഷൻ നേടാം? ഒരു ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥിക്ക് BCom, BBA എന്നിങ്ങനെയുള്ള കോഴ്സുകളൊക്കെ ചെയ്യാൻ പറ്റുമോ? എത്ര മണിക്കൂറാണ് പരീക്ഷ? എവിടെയൊക്കെ സെൻറ്റേഴ്സ് ഉണ്ട്? ഏതൊക്കെ രീതിയിലാണ് ചോദ്യങ്ങൾ വരിക? ഇങ്ങനെ ഒരുപാട് ആശങ്കകളാണ് കുട്ടികളും അതുപോലെ തന്നെ മാതാപിതാക്കളും പങ്കുവെക്കുന്നത്. CUETയെ പറ്റി ആരൊക്കെ അറിഞ്ഞിട്ടുണ്ടോ അവർക്കൊക്കെ ഒരുപാട് സംശയങ്ങളാണ്. സംശയങ്ങളുടെ ഘോഷയാത്ര. കുറേ ആൾക്കാർ CUETയെ പറ്റി അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. ഒരുപാട് വിദ്യാർത്ഥികൾ, ഒരുപാട് മാതാപിതാക്കൾ CUETയെ പറ്റി ഇനിയും ബോധവാന്മാരായിട്ടില്ല. അതിപ്പോൾ CUETയെ പറ്റി അറിഞ്ഞവരായിക്കോട്ടെ, അറിഞ്ഞുകൊണ്ടിരിക്കുന്നവരായിക്കോട്ടെ, അറിയാത്തവരായിക്കോട്ടെ, ഇതിന് കൃത്യമായിട്ടുള്ളൊരു അവയർനെസ്സും അതുപോലെ തന്നെ ഒരു അസിസ്റ്റൻസിൻ്റെ ആവശ്യമുണ്ട്. എക്സാം എപ്പം, കട്ട് ഓഫ് എന്താണ്, എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണ് എന്നുള്ള സംശയങ്ങൾ മാത്രമല്ല, ഇതൊക്കെ CUET ഒക്കെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് ഒരു കോഴ്സ് എടുത്തു, ആ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടുമോ? അതൊക്കെ ഒരുപാട് ആൾക്കാർക്ക് തോന്നുന്ന സംശയങ്ങളാണ്. അപ്പോൾ അങ്ങനത്തെ കുറേ സംശയങ്ങളും ഈ CUETയോട് കൂടി വന്നിട്ടുണ്ട്. ഏത് കോഴ്സ് എവിടെ എടുക്കണം, അതായത് ഏത് കോളേജിൽ എടുക്കണം, കേരളത്തിനകത്ത് പഠിക്കണോ പുറത്ത് പഠിക്കണോ, ഈ +2 കഴിഞ്ഞിട്ടുള്ള ഈ ഒരു സ്ട്രീം ചേഞ്ച് നല്ലൊരു തീരുമാനമാണോ എന്നിങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് അല്ലെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾ, ഒരുപാട് ഡൗട്ട്സ് എല്ലാം നിലനിൽക്കുന്നുണ്ട് ഈ CUET എന്നുള്ള ഈ ഒരു എക്സാമിനെ ചുറ്റിപ്പറ്റി. അപ്പോൾ ഇതിൽ ഒരുപാട് കൺഫ്യൂഷൻസ് എന്ന് പറയുന്നത് +2 കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു കൺഫ്യൂഷനാണ്. അപ്പോൾ നമുക്ക് 10 കഴിയുമ്പോൾ അറിയാം നമ്മൾ +1ലേക്ക് പോകുന്നുള്ളത്, +1 കഴിയുമ്പോൾ നമുക്കറിയാം +2ലേക്ക് പോകുന്നുള്ളത്. പക്ഷേ +2 കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് വേണം, നമ്മുടെ കരിയറിലല്ല നമ്മുടെ ജീവിതത്തിലെ വലിയൊരു ടേണിംഗ് പോയിൻ്റാണ് ഈ +2 കഴിയുന്നത്. അങ്ങനെ +2 കഴിയുന്നതോടുകൂടി നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ളൊരു പാത അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ളൊരു വഴി സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിലേക്ക് ഇപ്പോൾ നിങ്ങൾക്കുള്ള ഏക ഒരു എൻട്രി, ഒരൊറ്റ ഡോറേ ഉള്ളൂ എന്ന് കരുതുക. ആ ഡോറായി മാറിയിരിക്കുകയാണ് CUET. +2 കഴിഞ്ഞിട്ടുള്ള നമ്മുടെ കാര്യങ്ങളെ പറ്റി നമുക്ക് ഓൾറെഡി കുറേ കൺഫ്യൂഷൻസ് ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒപ്പം CUET വന്നതോടുകൂടി CUETയുടെയും കുറേ കൺഫ്യൂഷൻസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അതിലേക്ക്. ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള പാരൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിൻ്റെയും ഒരുപാട് ചോദ്യങ്ങൾ പ്രപ്പോസൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഓരോ ചോദ്യം കേൾക്കുമ്പോഴും ഞങ്ങൾക്ക് തോന്നും ഈ ഓരോ ചോദ്യം യുണീക്കാണ്. ഓരോരുത്തരുടെ കാര്യങ്ങൾ, അവർ ചോദിക്കുന്ന കാര്യങ്ങൾ വളരെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാവരും ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് CUETയെ നോക്കി കാണുന്നത്. അപ്പോൾ ഇവർക്കെല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിലുള്ള ഗൈഡൻസും അതുപോലെ തന്നെ യുണീക്കായിട്ടുള്ള ഒരു സപ്പോർട്ടുമാണ് ഇവർക്ക് ആവശ്യം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്,
ഈ കുട്ടികളുടെ എല്ലാവരുടെയും തന്നെ ക്വയറീസ് എല്ലാം തന്നെ അറ്റൻഡ് ചെയ്യപ്പെടണം. അവരുടെ എല്ലാ സംശയങ്ങളും മാറ്റി കൊടുക്കേണ്ടിയിരിക്കുന്നു. അവർക്ക് ഇഷ്ടപ്പെട്ട കോഴ്സിൽ, ഇഷ്ടപ്പെട്ട കോളേജിൽ, ഇഷ്ടപ്പെട്ട രീതിയിലൊരു പഠനം ഉറപ്പാക്കേണ്ടിയിരിക്കുന്നു. ഇത് മനസ്സിൽ കണ്ടുകൊണ്ട് പ്രൊപ്പോയ്സ് ഒരു ഇനിഷ്യേറ്റീവ് മുന്നോട്ട് വെക്കുകയാണ്. അതെ, കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഞാൻ ബിഗ് സർപ്രൈസിനും ഇടിവെട്ട് അനൗൺസ്മെൻറ്റും എന്നെല്ലാം പറഞ്ഞ് ഹൈപ്പ് കൊടുത്തത് ഈ ഒരു ഇനീഷ്യേറ്റീവിനെ പറ്റിയാണ്. ഈ ഇനീഷ്യേറ്റീവ് ഇത്ര സ്പെഷ്യൽ ആവുന്നത് എന്താണെന്നല്ലേ? പ്രൊപ്പോയ്സിൻ്റെ ഒരു ഡെഡിക്കേറ്റഡ് ടീം തന്നെയായിരിക്കും ഈ ഒരു ഇനീഷ്യേറ്റീവിൻ്റെ പിറകിൽ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, CUET അല്ല CUET എന്നുള്ളത്. CUETയുടെ വഴികളെല്ലാം തന്നെ വ്യത്യസ്തമാണ്. CUETക്ക് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പോലും നിലവിൽ അവൈലബിൾ അല്ല. CUET വഴിയുള്ള അഡ്മിഷൻസ് CUET പോലെയല്ല, വളരെ വ്യത്യസ്തവും അതുപോലെ തന്നെ റിപ്പോർട്ട്സ് വരുന്നതനുസരിച്ച് കോംപ്ലിക്കേറ്റഡുമാണ്. ഓരോ യൂണിവേഴ്സിറ്റിയിലേക്ക് നിങ്ങൾ ഓരോ കോളേജിലേക്ക് നിങ്ങൾ ഓരോ ആപ്ലിക്കേഷൻ കൊടുക്കണം എന്നൊക്കെയാണ് അവർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ ഒരിക്കലും നിങ്ങളുടെ ഇനീഷ്യൽ ആപ്ലിക്കേഷൻ അല്ല, നിങ്ങൾ ആ ഒരു സ്കോർ കിട്ടിയതിന് ശേഷമുള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ന്യൂസുകളൊക്കെ ഫോളോ ചെയ്യുന്നവരാണ്, പോരാത്തതിന് എൻ്റെ സംസാരത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും CUET അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംഗതി തന്നെയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കോഴ്സുകൾ എടുക്കേണ്ടതായിട്ടുണ്ടാവും, ആപ്ലിക്കേഷൻ എങ്ങനെ ചെയ്യണമെന്നറിയേണ്ടതായിട്ടുണ്ടാവും, അഡ്മിഷൻ പ്രോസസ്സ് എങ്ങനെയാണ് എന്നുള്ളതിലൊക്കെ കൃത്യമായിട്ടൊരു ക്ലാരിറ്റി വരേണ്ടതുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ തന്നെ നമ്മുടെ കുട്ടികൾക്കും അതുപോലെ എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾക്കും ഒരുവിധ ബുദ്ധിമുട്ടും ഉണ്ടായില്ലെന്നുള്ളത് ഞങ്ങളുടെ ടീം ഉറപ്പുവരുത്തിയിരിക്കും. അതിൻ്റെ ഭാഗമായി ടുഡേ പ്രൊപ്പോയ്സ് ഈസ് ലോഞ്ചിങ് CUET ഹെൽപ്പ് ഡെസ്ക്. ഇന്ന് മുതൽ നമ്മുടെ പ്രൊപ്പോയ്സിൻ്റെ ഡെഡിക്കേറ്റഡ് ടീം നിങ്ങളുടെ എല്ലാവരുടെയും ക്വയറീസ് അറ്റൻഡ് ചെയ്യാൻ, നിങ്ങൾക്ക് തോന്നുന്ന ഏതൊരു സംശയങ്ങളും ഏത് നേരത്തും ചോദിക്കാൻ 24/7 അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ പ്ലസ് ടുവിൽ പഠിക്കുന്ന വിദ്യാർത്ഥി ആയിക്കോട്ടെ, അല്ലെങ്കിൽ പ്ലസ് ടുവിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ മാതാപിതാക്കളോ അധ്യാപകരോ അങ്ങനെ ആരും ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഏതൊരു ചോദ്യവും ഏതൊരു നേരത്തും CUETയെ സംബന്ധിച്ച് എന്തൊരു സഹായം വേണമെങ്കിലും പ്രൊപ്പോയ്സ് CUET ഹെൽപ്പ് ഡെസ്കിനെ സമീപിക്കാം. നിങ്ങളുടെ CUET ജേണിയിൽ പ്രൊപ്പോയ്സ് ഹെൽപ്പ് ഡെസ്ക് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. യൂസേഴ്സൊക്കെ നിങ്ങൾ പഠിച്ചു ഹെൽപ്പ് ഡെസ്കിൻ്റെ, ഇനി എങ്ങനെ യൂസ് ചെയ്യാം ഈ ഹെൽപ്പ് ഡെസ്ക്? സംഭവം ഈസിയാണ്. നിങ്ങൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പോവുക, അവിടെ ചാറ്റ് ലിങ്ക് അവൈലബിൾ ആണ്, ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പുതിയൊരു പേജിലേക്ക് പോകും. ആ പേജിൽ നിങ്ങളുടെ നെയിം, ഫോൺ നമ്പർ, ക്ലാസ്, സ്ട്രീം ഒക്കെ ഫില്ല് ചെയ്യുമ്പം നിങ്ങൾക്ക് ഒരു ചാറ്റ് ബോക്സ് ഓപ്പൺ ആവും. പിന്നെ തുടങ്ങിക്കോ, നിങ്ങളുടെ ഏതൊരു സംശയവും CUETയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരു സംശയവും ബാക്കി നിൽക്കാത്ത രീതിക്ക് ക്ലിയർ ചെയ്യാൻ കഴിവുള്ള ടീമാണ് ഞങ്ങളുടെ ഹെൽപ്പ് ഡെസ്ക്. ഓരോ സ്റ്റുഡൻറ്റിൻ്റെയും ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് എന്നതുകൊണ്ട് പക്ഷേ ഒരിക്കലും ഒരു ഹയർ എഡ്യൂക്കേഷൻ എന്നുള്ളൊരു സ്വപ്നം നമ്മൾ മാറ്റി വെക്കേണ്ടതില്ല. നിങ്ങൾക്ക് വേണ്ട ഏതൊരു ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യാനും, നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ അസിസ്റ്റൻസ് തരാനും പ്രൊപ്പോയ്സ് ഹെൽപ്പ് ഡെസ്ക് സജ്ജരാണ്. ഞങ്ങളുടെ ഹെൽപ്പ് ഡെസ്ക് സജ്ജരാണെന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ആരാണ് ഈ ഹെൽപ്പ് ഡെസ്ക്? ഈ പറയുന്നത്ര വലിയൊരു ടീമാണോ ഹെൽപ്പ് ഡെസ്കിൻ്റെ പിറകിൽ? ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച സർവകലാശാലകളിൽ നിന്ന്, IITസിൽ നിന്ന്, IIMൽ നിന്ന്, മറ്റു സെൻട്രൽ യൂണിവേഴ്സിറ്റികളായ ഡൽഹി യൂണിവേഴ്സിറ്റി, ജാമിയ മിലിയ ഇസ്ലാമിയ, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി എന്നിങ്ങനെ ഒരുപാട് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ നിന്നും പഠിച്ചിറങ്ങിയവരാണ് പ്രൊപ്പോയ്സ് ഹെൽപ്പ് ഡെസ്കിന് പിന്നിൽ. ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുള്ള CUETയെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളെയും വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എക്സ്പേർട്സിൻ്റെ ഒരു ടീം തന്നെയാണ് പ്രൊപ്പോയ്സ് ഹെൽപ്പ് ഡെസ്ക്. നിങ്ങളുടെ ഏതൊരു CUET ഡൗട്ട്സും ക്ലിയർ ചെയ്ത് തരാൻ പ്രൊപ്പോയ്സിൻ്റെ ഹെൽപ്പ് ഡെസ്ക് ടീം 24/7 അവൈലബിൾ ആയിരിക്കും. സോ CUET ഓർത്ത് നിങ്ങൾ ആരും പേടിക്കേണ്ട കാര്യമില്ല. CUETയെ സംബന്ധിച്ച് വരുന്ന ഓരോരോ വാർത്തകളും വീഡിയോസായി ഞങ്ങളും നിങ്ങൾക്ക് തോന്നുന്ന ഓരോ സംശയങ്ങൾ തീർത്തു തരാൻ ഞങ്ങളുടെ ഹെൽപ്പ് ഡെസ്കും സജ്ജരാണ്. കൃത്യമായ CUET അപ്ഡേറ്റ്സ് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു പ്ലസ് ടു വിദ്യാർത്ഥിയും ഈ ഒരു വിവരം അറിയാത്തതുകൊണ്ട്, CUETയെ പറ്റി അറിയാത്തതുകൊണ്ട് ആ ഒരു അവസരം നഷ്ടപ്പെടുത്താതിരിക്കട്ടെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു മാസം വിൻഡോ ആണ് CUET അപ്ലൈ ചെയ്യാനുള്ളത്. ഒരു പ്ലസ് ടു വിദ്യാർത്ഥി തൻ്റെ ബോർഡ് എക്സാംസിൻ്റെ തിരക്കിലായി ബോർഡ് എക്സാംസ് കഴിയുമ്പോഴത്തേക്ക് 4-5 ദിവസമാണ് ഇപ്പോൾ തന്നിരിക്കുന്ന ഡേറ്റ് വെച്ച് CUET അപ്ലൈ ചെയ്യാൻ ബാക്കിയുള്ളത്. കുട്ടികളിൽ പലരും കഴിഞ്ഞ വർഷത്തെ പോലെ കട്ട് ഓഫ് ആണ് ഈ ഒരു ഡിഗ്രി കോഴ്സുകൾ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാൻ മാനദണ്ഡം എന്ന് കരുതുന്നവരുണ്ടാവും. ഇതേ ചിന്തയിലിരിക്കുന്ന മാതാപിതാക്കളുണ്ടാവും. പോരാത്തതിന് ബോർഡ് എക്സാം കഴിഞ്ഞിട്ടുള്ള പഠിത്തമൊക്കെ മതി എന്ന് തോന്നുന്നവരും ഈ ഒരു കൂട്ടത്തിൽ ഉണ്ടായേക്കാം. ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ അറിഞ്ഞവർ പ്രിപ്പറേഷൻ എത്രയും പെട്ടെന്ന് തുടങ്ങുക. ബോർഡ് എക്സാംസ് കഴിയാൻ കാത്തു നിൽക്കാതിരിക്കുക.
അറിയാത്തവരിലേക്ക് ഈ വാർത്ത എത്തിക്കുക. അവർ ബോർഡ് എക്സാംസ് കഴിയുന്നതിന് മുമ്പ് തന്നെ അപ്ലൈ ചെയ്ത് കഴിയട്ടെ. അതുകൊണ്ട് ഈ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ CUET പറ്റിയുള്ള ഏതൊരു കണ്ടൻറ്റും നിങ്ങൾ പരമാവധി ആൾക്കാരിലേക്ക്, പരമാവധി ഗ്രൂപ്പുകളിൽ, ഫാമിലി ഗ്രൂപ്പ് ആയിക്കോട്ടെ, ക്ലാസ് ഗ്രൂപ്പ് ആയിക്കോട്ടെ, ഷെയർ ചെയ്യുക, മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുക. ഇങ്ങനൊരു അവസരം ഒരു +2 വിദ്യാർത്ഥിക്കും നഷ്ടപ്പെടാതിരിക്കട്ടെ. അവസാനമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ഏതൊരു CUET സംശയം പിന്നത്തേക്ക് വെക്കേണ്ട കാര്യമില്ല. അതുപോലെ ഒരു കാര്യം അങ്ങനെ ആയിരിക്കും അപ്ലൈ ചെയ്യുമ്പോൾ എന്ന് വെച്ച് സ്വന്തം റിസ്ക് എടുത്ത് അത് ചെയ്യേണ്ട കാര്യവുമില്ല. ഇതിനെല്ലാം നിങ്ങളെ സഹായിക്കാൻ Prepwise ഹെൽപ്പ് ഡെസ്ക് 24/7 അവൈലബിൾ ആണ്. ഏത് സംശയം തോന്നുമ്പോഴും വരിക, Prepwise ചാനൽ എടുക്കുക, ഞങ്ങളുടെ വീഡിയോസ് എടുക്കുക, ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ക്ലിക്ക് ചെയ്യുക, സ്റ്റാർട്ട് ചാറ്റിംഗ്. പിന്നത്തേക്ക് വെക്കേണ്ട യാതൊരു കാര്യവുമില്ല. നിങ്ങൾ ധൈര്യമായി ചോദിച്ചോളൂ. ഒരു സംശയവും ബാക്കി വെക്കാത്ത രീതിക്ക് പറഞ്ഞു തരാൻ ഞങ്ങളുടെ ടീം, ഞങ്ങളുടെ ഹെൽപ്പ് ഡെസ്ക് തയ്യാറാണ്. അങ്ങനെ ഉറപ്പാക്കാം അഡ്മിഷൻ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റിയിൽ തന്നെ.